ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധ മർക്കോസിന് സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 24 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിൽ, എങ്കിലോ ആ കാലത്തെ കഷ്ടം കഴിഞ്ഞ ശേഷം സൂര്യൻ ഇരുണ്ടുപോവുകയും ചന്ദ്രൻ പ്രകാശം കെടുക്കാതിരിക്കുകയും ആകാശത്തു നിന്ന് നക്ഷത്രങ്ങൾ വീണുകൊണ്ടിരിക്കുകയും ആകാശത്തിലെ ശക്തികൾ ഇളകിപ്പോവുകയും ചെയ്യും. അപ്പോൾ മനുഷ്യപുത്രൻ വലിയ ശക്തിയോടും തേജസ്സോടും കൂടെ മേഘങ്ങളിൽ വരുന്നത് അവർ കാണും. അന്ന് അവൻ തൻ്റെ ദൂതന്മാരെ അയച്ച് തൻ്റെ വൃതന്മാരുടെ ഭൂമിയുടെ അറുതി മുതൽ ആകാശത്തിൻ്റെ അറുതി വരെയും 4 ദിക്കിൽ നിന്നും കൂട്ടിച്ചേർക്കും. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ. അതിൻ്റെ കൊമ്പ് ഇളതായി ഇല തളിർക്കുമ്പോൾ വേനലടുത്തുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അങ്ങനെ നിങ്ങളും ഇത് സംഭവിക്കുന്നത് കാണുമ്പോൾ അവൻ അടുക്ക വാതുക്കൽ തന്നെ ആയിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവേൻ. ഇതൊക്കെയും സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ആകാശവും ഭൂമി ഒഴിഞ്ഞു പോകും, എൻ്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകയില്ല. ആ നാളും നാഴികയും സംബന്ധിച്ചോ പിതാവല്ലാതെ ആരും, സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല. ആ കാലം എപ്പോഴെന്ന് നിങ്ങൾ അറിയായികൊണ്ട് സൂക്ഷിച്ചുകൊള്ളുവേൻ, ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പേൻ. എത്ര കൃത്യമായിട്ടാണ് പറയുന്നത്. നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ എപ്പോഴും ഉണർന്നിരിക്കാനുള്ള ഒരു ആഹ്വാനമാണ് നമുക്ക് തരുന്നത്. ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോണം. ഒന്നും കർത്താവിൻ്റെ വരവ് എപ്പോഴാണെന്നോ അവിടെ കർത്താവെന്നോ ഇവിടെ കർത്താവ് ഒന്നുമല്ല. പിതാവല്ലാതെ, സൃഷ്ടിച്ച ദൈവമല്ലാതെ പുത്രനായ യേശു അറിയുന്നില്ല, ദൂതന്മാരറിയുന്നില്ല, ആർക്കും അറിയത്തില്ല. ലോകത്തിൽ ഒരു കാര്യം ഒരു മനുഷ്യന് കൊടുക്കാൻ, ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് അത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുകയില്ല, ഒരു സയൻസിന് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുകയില്ല. അവർ കുറേ ലക്ഷണങ്ങളും അതും ഇതൊക്കെ പറയുമെന്നുള്ളതേ ഉള്ളൂ. അതിനപ്പുറം ഒന്നും ചെയ്യാൻ സാധിക്കില്ല. കർത്താവിൻ്റെ വരവിങ്കൽ എടുക്കപ്പെടുവാനുള്ള ഒരുക്കത്തോടു കൂടി ജീവിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാൻ. കർത്താവ് വചനം കാണുന്നത് കേൾക്കുന്ന എല്ലാവർക്കും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കാൻ, എപ്പോഴും ഉണർവുള്ളവരായിരിക്കാൻ, പ്രാർത്ഥനയുള്ളവരായിരിക്കാൻ ഞങ്ങൾക്ക് കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. 24/7 ഞങ്ങൾ ആക്റ്റീവായിരിക്കുവാൻ, 24/7 ഞങ്ങൾ പ്രാർത്ഥിക്കുന്നവരായിരിക്കാൻ ഞങ്ങളെ ബലപ്പെടുത്തിക്കൊള്ളണം. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മഹത്വം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.